കാലത്ത് ചാറ്റ് ജി പി ടി യൂസ് ചെയ്യാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ? അതായത് സ്കൂൾ കുട്ടികൾ മുതൽ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവർ വരെ പല കാര്യങ്ങൾക്കും ഡിപ്പെൻഡ് ചെയ്യുന്നത് ചാറ്റ് ജി പി ടി ആണ്. അങ്ങനെയുള്ള നമ്മുടെ ചാറ്റ് ജി പി ടിക്ക് ഒരു ഓപ്പണൻ്റ് വന്നിരിക്കുകയാണ്, അതായത് ഡീപ് സീക്ക് എ ഐ. അപ്പോൾ ഡീപ് സീക്ക് എ ഐയെ പറ്റിയാണ് ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ. ആക്ച്വലി ഈ ഡീപ് സീക്ക് എന്ന് പറയുന്നത് ഒരു ചൈനീസ് എ ഐ കമ്പനിയാണ്. അതായത് ഓപ്പൺ സോഴ്സ് ലാർജ് ലാംഗ്വേജ് മോഡൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന ചൈനയിലെ ഒരു എ ഐ കമ്പനിയാണ് ഡീപ് സീക്ക് എന്ന് പറയുന്നത്. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുള്ളത് 2023 ഒരു ചാറ്റ് ബോട്ട് ഉണ്ടാക്കാൻ വേണ്ടി പല മോഡൽസുകളും അവർ ട്രൈ ചെയ്തു. അങ്ങനെ ഫൈനലി അവരെ ഗ്ലോബലി ഫേമസ് ആക്കിയത് നമ്മുടെ ഈ ഡീപ് സീക്ക് R1 എന്ന് പറയുന്ന റീസണിങ് മോഡലാണ്. അത് ലോഞ്ച് ചെയ്തത് 2025 ജനുവരിയിലാണ്. ഇത് ഇറങ്ങി ദിവസങ്ങൾക്കകം തന്നെ US ആപ്പ് സ്റ്റോറിലെ മോസ്റ്റ് ഡൗൺലോഡഡ് ഫ്രീ ആപ്പായി മാറിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇവർ ഗ്ലോബലി അറിയപ്പെടാൻ തുടങ്ങിയത്. അപ്പോൾ എന്തൊക്കെ റീസൺസ് കൊണ്ടാണ് ഈ ഡീപ് സീക്ക് എ ഐ ഇങ്ങനെ മുന്നിട്ട് നിൽക്കുന്നതെന്ന് നമുക്ക് നോക്കാം അല്ലേ? ചാറ്റ് ജി പി ടിയും ഡീപ് സീക്കും തമ്മിൽ നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അതിനുശേഷം നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഏതാണ് ബെറ്റർ എന്ന്. ആദ്യത്തെ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കാര്യമായൊരു ഡിഫറൻസ് തന്നെയാണ്. അതായത് ഈ ഡീപ് സീക്ക് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അത് ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും അതുപോലെ തന്നെ വെബിലും നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. എന്നാൽ ഈ ചാറ്റ് ജി പി ടി എന്ന് പറയുന്നത് ഹയർ വേർഷൻസ് ഒക്കെ തന്നെയും പെയ്ഡ് വേർഷൻസ് ആണ്. ഇപ്പോൾ ഈ ഒരു ഡീപ് സീക്ക് R1 ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും നമുക്ക് ചാറ്റ് ജി പി ടിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ പെയ്ഡ് വേർഷനിൽ മാത്രമേ പറ്റുകയുള്ളൂ. അടുത്ത ഒരു മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് ഡീപ് സീക്ക് ഓപ്പൺ സോഴ്സ് ആണ്. അതായത് ഇതിന്റെ സോഴ്സ് കോഡും മോഡൽ പാരാമീറ്റേഴ്സും ഒക്കെ തന്നെയും പബ്ലിക്കിന് വിസിബിൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതായത് റിസർച്ച് കമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഡീപ് സീക്കിനെ ഓപ്പൺ സോഴ്സ് ആക്കി വെച്ചിട്ടുള്ളത്. ഡീപ് സീക്ക് ഓപ്പൺ സോഴ്സ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഡിവൈസിൽ ലോക്കലി റൺ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതായത് വിത്തൗട്ട് ഇന്റർനെറ്റ് ഇത് നമുക്ക് നമ്മുടെ ഡിവൈസിൽ നമ്മുടെ സിസ്റ്റത്തിൽ റൺ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതിനെപ്പറ്റി നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഇനി ചാറ്റ് ജി പി ടിയുടെ കേസിൽ വന്നിട്ടുണ്ടെങ്കിൽ ഓപ്പൺ എ ഐ ആണ് ചാറ്റ് ജി പി ടി ഇറക്കിയതെങ്കിലും അതിന്റെ സോഴ്സ് കോഡൊക്കെ തന്നെയും ക്ലോസ്ഡ് ആണ്. ഇനി അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ഡീപ് സീക്കിനെ മറ്റ് എ ഐ ടൂൾസിൽ നിന്നും സ്പെഷ്യലാക്കി മാറ്റുന്ന ഒരു അടിപൊളി സംഭവമാണ്. അതായത് നമ്മൾ ഡീപ് സീക്കിനോട് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അതിൻ്റെ തിങ്കിങ് പ്രോസസ്സ് നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അതായത് നമ്മളോടിപ്പോൾ ഒരാൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് തോട്ട് പ്രോസസ്സിലൂടെ കടന്നു പോകാറുണ്ട് അല്ലേ? എന്നിട്ടാണ് ഫൈനലി ആ ആൻസറിലേക്ക് എത്തിച്ചേരാറ്. അതുപോലെ തന്നെയാണ് ഡീപ് സീക്കും ഒരുപാട് തോട്ട് പ്രോസസ്സിലൂടെ കടന്നു പോയിട്ടാണ് ഫൈനൽ ആൻസറിലേക്ക് എത്തുന്നത്. അപ്പോൾ ഈ തോട്ട് പ്രോസസ്സ് പബ്ലിക്കിന് വിസിബിൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് കോഡിങ്ങിൻ്റെ ഒക്കെ കേസിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് അതിൻ്റെ സ്റ്റെപ്സ് ഒക്കെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഡീപ് സീക്കിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഈ ഡീപ് സീക്കിൽ ഒരേ സമയം തന്നെ വെബ് സെർച്ചും അതുപോലെ തന്നെ തിങ്കിങ് പ്രോസസ്സും കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ചാറ്റ് ജി പി ടിയെ കമ്പയർ ചെയ്യുമ്പോൾ ഡീപ് സീക്കിന്റെ ട്രെയിനിങ് കോസ്റ്റ് എന്ന് പറയുന്നത് $6 million ആണ്. എന്നാൽ ചാറ്റ് ജി പി ടിക്ക് വരുന്നത് $100 million ആണ്. ഡീപ് സീക്കിന് ട്രെയിനിങ് കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഇനി നമുക്ക് ഇതെങ്ങനെ നമ്മുടെ വെബിൽ യൂസ് ചെയ്യാം, അതായത് നമ്മുടെ സിസ്റ്റത്തിൽ യൂസ് ചെയ്യാം എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ബ്രൗസർ എടുക്കുക, അതിൽ chat.deepseek.com എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ദെൻ നമുക്ക് ഇങ്ങനെയുള്ള ഒരു വിൻഡോ ആണ് കിട്ടുക. അതിൽ നമ്മൾ ജസ്റ്റ് ലോഗിൻ വിത്ത് ഗൂഗിൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ദെൻ നമുക്ക് ഏതാണോ ഇമെയിൽ ID എടുക്കേണ്ടത് അത് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇതാ നമ്മൾ ഡീപ് സീക്കിൻ്റെ വിൻഡോയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇതല്ലാതെ മറ്റൊരു മെത്തേഡിലും നമുക്കിത് ഓപ്പൺ ചെയ്യാം. അതായത് deepseek.com എന്ന് ടൈപ്പ് ചെയ്യുക. ദെൻ ഈ സ്റ്റാർട്ട് നൗ എന്ന് പറയുന്നുണ്ടല്ലോ അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടോ, നമ്മൾ നേരത്തെ എത്തിയിട്ടുള്ള ആ ചാറ്റ് വിൻഡോയിൽ തന്നെയാണ് എത്തിയിട്ടുള്ളത്. നമ്മൾ നേരത്തെ ഗൂഗിളിൽ ലോഗിൻ ചെയ്തുകൊണ്ടാണ് ഇത് ഡയറക്റ്റ്ലി ചാറ്റ് വിൻഡോയിൽ തന്നെ എത്തിയിട്ടുള്ളത്. ദെൻ ഞാനിവിടെ ഹായ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഹൗ ക്യാൻ ഐ അസിസ്റ്റ് യു ടുഡേ എന്ന് ചോദിച്ച് വേഗം ഒരു റിപ്ലൈ തന്നിരിക്കുകയാണ്. അപ്പം ഞാനൊരു മാത്സിലെ ക്വസ്റ്റ്യൻ ആണ് ഇടുന്നത്. 2/3 ആണോ അല്ലെങ്കിൽ 5/3 ആണോ ഗ്രേറ്റർ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ ചോദിക്കാൻ പോകുന്നത്. ഇതാ നമ്മുടെ ആൻസർ ഇവിടെ കിട്ടിക്കഴിഞ്ഞു. 5/3 ആണ് ഗ്രേറ്റർ എന്ന് വന്നു അല്ലേ? ഇനി വീണ്ടും ഞാൻ അതേ ക്വസ്റ്റ്യൻ ഡിനോമിനേറ്റർ ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോഴും കറക്റ്റായിട്ട് നമ്മുടെ ആൻസർ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഡീപ് സീക്കിൽ നമുക്ക് തിങ്കിങ് പ്രോസസ്സ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുക്കുകയാണ്, എക്സ്പാൻഡ് a+b². ദെൻ ഈ ഡീപ് തിങ്ക് എന്നുള്ളതിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടോ, അതിൻ്റെ തിങ്കിങ് പ്രോസസ്സ് നമുക്ക് കാണാം. അപ്പോൾ അറിയാത്ത ഒരാളാണെങ്കിൽ ഈ ഒരു തിങ്കിങ് പ്രോസസ്സ് ചെയിൻ ഓഫ് തോട്ട് എന്നാണ് പറയുക. ഈ ചെയിൻ ഓഫ് തോട്ട് വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ കറക്റ്റായിട്ട് തന്നെ ഈ സ്റ്റെപ്സൊക്കെ മനസ്സിലാവുന്നതായിരിക്കും. കണ്ടോ, ഫൈനൽ ആൻസറിലേക്ക് എത്തിയിട്ടുണ്ട്. a² + 2ab + b² എന്നുള്ളത്.
അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു വെബ് സെർച്ചും യൂസ് ചെയ്യാവുന്നതാണ്. അതിന് സെർച്ചിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഡീപ് തിങ്കും ഓണാണ്, സെർച്ചും ഓണാണ്. ഞാനിവിടെ ഒരു ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ടൈപ്പ് ചെയ്തിട്ടുള്ള ആൻസർ മുഴുവനും ഇതിൻ്റെ വെബ് സെർച്ചും ഡീപ് തിങ്കും കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണ്. മനസ്സിലായല്ലോ? ഇനിയിപ്പോൾ ന്യൂ ചാറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതാ ഒന്നുകിൽ നിങ്ങൾക്ക് ഇവിടുന്ന് തന്നെ ഡയറക്റ്റ്ലി എടുക്കാം, അല്ലെങ്കിൽ ഈ ഒരു സൈഡ് വിൻഡോയിൽ നിന്ന് എടുക്കാവുന്നതാണ്. പഴയ ചാറ്റ്സ് ഒക്കെ തന്നെയും ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇനിയിപ്പോൾ കോഡിംഗ് ആണ് നിങ്ങൾക്ക് പഠിക്കേണ്ടതെങ്കിൽ അതിനും DeepSeek അടിപൊളിയാണ്. ക്യാൻ യു ടീച്ച് മീ HTML എന്ന് ഞാൻ ചോദിക്കുകയാണ്. ഒരു HTML കംപ്ലീറ്റ് ട്യൂട്ടോറിയൽ തന്നെ നമുക്ക് തന്നിരിക്കുകയാണ്. ദെൻ അത് കഴിഞ്ഞ് എന്ത് പഠിക്കണമെന്നുള്ളതും ഇവിടെ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അടുത്തതായിട്ട് ഇതെങ്ങനെ ഫോണിൽ യൂസ് ചെയ്യാം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം അല്ലേ. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഫോണിൽ പ്ലേ സ്റ്റോർ ആണെങ്കിൽ പ്ലേ സ്റ്റോറിൽ DeepSeek AI എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. ഇനി ആപ്പ് സ്റ്റോർ ആണെങ്കിലും അത് തന്നെ ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. ദെൻ വരുന്നുണ്ട്. ദെൻ ഇവിടെ ഇതാ ഇൻസ്റ്റാൾ എന്നുള്ളതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഓപ്പൺ എന്നുള്ളതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എഗ്രി എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ദെൻ നേരത്തെ നമ്മൾ വെബിൽ കണ്ടതുപോലെ തന്നെ സൈൻ ഇൻ വിത്ത് ഗൂഗിൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എഗ്രി. ദെൻ അക്കൗണ്ട് ചൂസ് ചെയ്യുക. നമ്മളിതാ DeepSeekൻ്റെ ചാറ്റ് വിൻഡോയിൽ എത്തിയിരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തും ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ നേരത്തെ നമ്മൾ ചോദിച്ച പോലെ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചത്. വളരെ ക്വിക്കായിട്ട് തന്നെ എനിക്ക് ആൻസർ തന്നിരിക്കുന്നു. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ മലയാളത്തിലുള്ള കഴിവൊന്ന് പരീക്ഷിക്കാം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മലയാളത്തിലൊന്ന് ടൈപ്പ് ചെയ്യുകയാണ്. ദെൻ ട്രാൻസ്ലേറ്റ് ടു ഇംഗ്ലീഷ് എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ കീ അടിക്കുന്നു. ഇതാ വളരെ ക്വിക്കായിട്ട് തന്നെ ഇംഗ്ലീഷിലേക്ക് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ആപ്പാണ് DeepSeek എന്ന് പറയുന്നത്. ChatGPTയും DeepSeekഉം തമ്മിലുള്ള കമ്പാരിസണും അതുപോലെ തന്നെ DeepSeek എങ്ങനെ ഫോണിലും അതുപോലെ സിസ്റ്റത്തിലും യൂസ് ചെയ്യാം എന്നുള്ളതും നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ. ഇനി നമുക്ക് ഇതിൻ്റെ കുറച്ച് ഡ്രോബാക്സ് നോക്കാം. അതായത് നമ്മുടെ DeepSeekന് കുറച്ച് ഡ്രോബാക്സ് ഉണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നോട്ട് ഐഡിയൽ ഫോർ ക്രിയേറ്റീവ് വർക്ക് എന്നുള്ളതാണ്. അതായത് അതൊരു റീസണിങ് മോഡൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ക്രിയേറ്റീവ് വർക്കിന് അത്ര യൂസ്ഫുൾ അല്ല എന്നുള്ളതാണ് പറയുന്നത്. ഇനി അടുത്തത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. അതായത് നമ്മുടെ പ്രൈവസി. ഇതിലെ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് ചൈനയുടെ വെബ് സെർവറിലാണ്. അതുകൊണ്ട് തന്നെ ഇതിന് നമ്മൾ പ്രൈവറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻസ് ഇതിലേക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ചെന്നെത്തുന്നത് അവിടെയാണ്. അപ്പോൾ ഡാറ്റ അത്ര സെക്യൂർ ആയിരിക്കില്ല. ഇനി നമ്മൾ കൊടുക്കുന്ന ഡാറ്റ സെക്യൂർ ആക്കാൻ നമുക്കൊരു എളുപ്പ വഴിയുണ്ട്. ഇതിനെ ലോക്കലി ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതായത് നമ്മുടെ സിസ്റ്റത്തിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ ലോക്കലി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ വിത്തൗട്ട് ഇൻ്റർനെറ്റ് നമുക്കിതിന് യൂസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആ പ്രൈവസി ഇഷ്യൂ വരുന്നില്ല. DeepSeek എങ്ങനെ ലോക്കലി ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളത്, അതായത് വിത്തൗട്ട് ഇൻ്റർനെറ്റ് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സെൻസർഷിപ്പാണ്. നമുക്ക് എല്ലാ ചോദ്യങ്ങൾക്കും ഉള്ള ആൻസർ നമ്മുടെ ഈ DeepSeek തരണമെന്നില്ല. അതായത് ചൈനയുമായി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ക്വസ്റ്റ്യൻസ്, അതായത് സെൻസിറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ സോറി ദാറ്റ്സ് ബിയോണ്ട് മൈ കറന്റ് സ്കോപ്പ്, ലെറ്റ്സ് ടോക്ക് അബൌട്ട് സംതിങ് എൽസ്, ഇങ്ങനെയുള്ളൊരു റിപ്ലൈ ആയിരിക്കും നമുക്ക് കിട്ടുക. ഇനി ഞാൻ മറ്റൊരു കാര്യം കൂടി പരീക്ഷിച്ചു, ഇതിന് കറണ്ട് അഫയേഴ്സിൽ എത്രത്തോളം നോളജ് ഉണ്ട് എന്നുള്ളത്. അതായത് ഞാൻ DeepSeek എടുത്തിട്ട് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്യാണ്, ഹൂ വോൺ ഇൻ ഡൽഹി ഇലക്ഷൻ 2025. നമുക്ക് കിട്ടുന്ന റിപ്ലൈ എന്ന് പറയുന്നത് ഐ സജസ്റ്റ് ഗെറ്റിംഗ് ഓൺലൈൻ ടു ഗെറ്റ് റിയൽ ടൈം ഇൻഫർമേഷൻ എന്നുള്ളതാണ്. ഇതിൽ നമ്മൾ വെബ് സെർച്ച് എന്നുള്ളത് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇതിനുള്ള കറക്റ്റ് ആൻസർ നമുക്ക് കിട്ടുകയുള്ളൂ. അതായത് ഇതിനെ ഒക്ടോബർ 2024 വരെയുള്ള ഡാറ്റയാണ് ഫീഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് മാത്രമേ ഇതിൽ നമ്മൾ വെബ് സെർച്ച് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ പറയാൻ സാധിക്കുള്ളൂ. അപ്പോൾ കറക്റ്റ് ഇൻഫർമേഷൻ കിട്ടണമെങ്കിൽ വെബ് സെർച്ച് എന്നുള്ളത് ഓൺ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ChatGPT അങ്ങനെയല്ല, ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വെബ് സെർച്ച് ചെയ്തിട്ടാണ് അത് കറണ്ട് അഫയേഴ്സിനുള്ള റിപ്ലൈ തരുന്നത്. അപ്പോൾ അതുകൂടി നിങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ എന്ത് തന്നെയായാലും DeepSeekൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഡീപ്പ് തിങ്കിങ് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും DeepSeek AI ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നല്ലൊരു ടോപ്പിക്കുമായിട്ട് കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.